പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡയറിയൊക്കെ വാങ്ങിച്ച് അതിൽ നല്ല ഭംഗിയുള്ള കവർ പേജൊക്കെ വരച്ച് കണ്ട മാഗസീനിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചും കുറെ വരച്ചും കളർ ചെയ്തും മനസ്സിൽ തോന്നുന്ന എല്ലാം എഴുതിയും ഒക്കെ വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞത് ജേർണലിംഗ് എന്ന് പറഞ്ഞൊരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ജേർണലിംഗ് ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യവും കൂടിയാണ്. ഇന്നിപ്പോ മാർക്കറ്റിൽ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്, സ്റ്റിക്കേഴ്സ് ആയിട്ടാണെങ്കിലും എല്ലാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു യെല്ലോ തീമിലെ ജേർണലാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജേർണൽ ബുക്ക് ഓപ്പൺ ചെയ്ത് ഒരു വാട്ടർ കളർ എടുത്തിട്ട് ഒരു യെല്ലോ കളർ കുറച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ വരച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ചെറിയൊരു കോട്ട് ഞാൻ വേറൊരു വൈറ്റ് പേപ്പറിൽ എഴുതി കട്ട് ചെയ്തെടുത്തതാണത്. നമ്മൾ വേറെ സ്റ്റിക്കേഴ്സോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ 2 ഹണി ബീസിനെ 2 കോർണറിലായിട്ട് വരച്ച് അത് തമ്മിൽ ഒരു ചെറിയൊരു ലൈൻ വെച്ച് ജോയിൻ ചെയ്തു. എന്നിട്ട് അതിന് കളർ കൊടുക്കുകയാണ്. ഒരു യെല്ലോ കളറാണ് ഹണി ബീക്ക് ഞാൻ കൊടുത്തത്. അതുപോലെ ചിറകിന് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൂ കൊടുത്തതാട്ടോ. അതുപോലെ തന്നെ ഹണി കോമ്പും കുറച്ച് നമുക്ക് വരച്ചു വെക്കാം. റാൻഡംലി നമുക്ക് വരക്കാം, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ. അതുപോലെ തന്നെ ഹണി കോമ്പിനും ഒരു കളർ കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളറാട്ടോ കൊടുത്തത്. ബ്രൗണോ ഓറഞ്ചോ അല്ലെങ്കിൽ ഡാർക്ക് യെല്ലോ ഒക്കെ കൊടുക്കാട്ടോ ഹണി കോമ്പിന്. കളർ പെൻസിൽ തന്നെ വേണമെന്നില്ല, സ്കെച്ച് പെൻസോ വാട്ടർ കളറോ ഒക്കെ യൂസ് ചെയ്യാട്ടോ. അതുപോലെ കുറച്ചധികം ഹണി കോംസ് വരച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇതിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, ഒരു കോർണറിലായിട്ട്. വേണമെങ്കിൽ ഇപ്പുറത്ത് താഴെ ഇട്ടും കൂടി വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ കുറച്ചുകൂടി നല്ല ഇതായിരിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും എഴുതണമെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും കോട്ട്സ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്കിവിടെ എഴുതി വെക്കാം. ഞാനിവിടെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് ചുമ്മാ ഒരു കോട്ട് എടുത്ത് എഴുതി വെക്കാം കേട്ടോ. ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലെറ്റേഴ്സ് ഒക്കെ ഒന്നുകൂടി ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരു രസം. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഓരോ കുത്തുകളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യാം. ആൻഡ് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.